എൻ്റെ അച്ഛൻ. പേര് രാമൻകുട്ടി. വയസ്സ് 75. വീട്ടിൽ അച്ഛനെ നോക്കാൻ ആരുമില്ല. ഞാനും കുടുംബവും അങ്ങ് ദൂരെ ടൗണിലാണ് താമസിക്കുന്നത്. അവിടെ ഒന്നും അച്ഛന് ശരിയാവില്ല. പോരാനിട്ട് ബിപിയും ഷുഗറും ഒക്കെയുണ്ട്. ഇവിടെ ആകുമ്പോൾ ചിരിച്ചും പറഞ്ഞും ഒക്കെ ഇരിക്കാൻ ഒത്തിരി ആളുണ്ടല്ലോ. ഒക്കെ ശരി തന്നെ എന്ന് പറഞ്ഞിട്ട് റിസപ്ഷനിസ്റ്റ് തലയാട്ടിക്കൊണ്ട് ചോദിച്ചു, ഏത് റൂമാ വേണ്ടേ? എസിയോ നോൺ എസിയോ? എന്ത് ഭക്ഷണമാ വേണ്ടേ? വെജോ നോൺ വെജോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു കുറവും എൻ്റെ അച്ഛന് വരുത്തിക്കൂടാ. എസിയും ടിവിയും ഒക്കെയുള്ള ഒരു വലിയ മുറി തന്നെ തയ്യാറാക്കിക്കോളൂ. ഭക്ഷണം ആവശ്യമുള്ളത് എന്തും അച്ഛന് കൊടുക്കണേ. പൈസ ഞാൻ കൃത്യസമയത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ആവശ്യമുള്ള സാധനങ്ങൾ കാറിൽ നിന്നെടുക്കാൻ ചെറുപ്പക്കാരൻ കാറിനടുത്തേക്ക് പോയി. പാവം മുത്തശ്ശൻ അപ്പോഴും പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അതുവഴി ഒരു ഫാദർ കടന്നു പോയി. ആ കെട്ടിടത്തിൻ്റെ ഓണർ. അയാൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ അടുത്തേക്കോടി കുറേ സമയം എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ചെറുപ്പക്കാരൻ കാറിനടുത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ അച്ഛന് ആവശ്യമുള്ള സാധനങ്ങളുമായി തിരിച്ചു വന്നു. അപ്പോൾ ഫാദറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ എങ്ങനെ അറിയാം? ഫാദർ പറഞ്ഞു, അതോ 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥ ബാലനെ ഇവിടുന്ന് ദത്തെടുത്തതാണ് നിന്റെ അച്ഛൻ. അത് നിന്നോട് പറയേണ്ടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അതിനെൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. നീ വിഷമിക്കേണ്ട, സന്തോഷത്തോടെ പോയിക്കോളൂ. നിന്റെ അച്ഛനെ നമ്മൾ നല്ലോണം നോക്കിക്കോളാം. ഫാദർ നടന്നു നീങ്ങി. അപ്പോൾ അയാൾ ലജിച്ചു തലതാഴ്ത്തി കരഞ്ഞു. അച്ഛാ, എന്നോട് ക്ഷമിക്കുകയും. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നാം വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു, തെരുവുകളിൽ വലിച്ചെറിയുന്നു. അരുത്, ഒരിക്കലും അരുത്. അതൊരു വാർദ്ധക്യം, ഒരു രോഗമല്ല, അതൊരവസ്ഥയാണ്. നാം ഏവരും എത്തിച്ചേരുന്ന ഒരു ദുരവസ്ഥ. അതിനെ നാം അവഗണിക്കരുത്. നന്ദി, നമസ്കാരം.